പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ സമയം മുതൽ 3 തവണയാണ് കോടതി ഈ കേസിൽ ജാമ്യത്തിൻ്റെ വാദങ്ങൾ കേട്ടത്. നമ്മൾ പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ചത് ഈ കേസിൻ്റെ സമരത്തിന് നേതൃത്വം നൽകിയത് ഈ 4ാം പ്രതിയായിട്ടുള്ള കേസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അദ്ദേഹം സമരത്തിൽ പങ്കെടുത്ത പ്രതികളെ, അക്രമം കാണിച്ച പ്രതികളായ യൂത്ത് കോൺഗ്രസ്സുകാരെ ആരെയും തന്നെ ആ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല. അതായിരുന്നു സമരം സംഘടിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം. അതിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതി ഈ കേസിലെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നടക്കുന്ന അക്രമങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം. രണ്ടാമത്തത്, ഇതിൻ്റെ ഈ സംഭവങ്ങൾ 3 കേസുകളാണ് ആ സംഭവത്തുണ്ടായത്. ആ സമയത്തുള്ള 3 കേസ് നടക്കുന്ന സമയത്തും പ്രതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പ്രതിയുടെ പ്രേരണയിലാണ് മറ്റുള്ള സമരം ചെയ്യാൻ വന്ന മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തിയത് എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ റിപ്പോർട്ട്. ഈ ഭാഗം ഞങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയാണുണ്ടായത്. പിന്നെ മെഡിക്കൽ റിപ്പോർട്ടാണ് അന്തിമമായ ചർച്ചയിൽ വന്നത്. അതിൽ ഞങ്ങൾ ഉന്നയിച്ച വാദം ഏറ്റവും അവസാനം എടുത്ത മെഡിക്കൽ റിപ്പോർട്ട് വേണം ജാമ്യത്തിന് പരിഗണിക്കേണ്ടതെന്നുള്ളതാണ്. പ്രതി കിംസിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ കാണിച്ചാണ് വാദം ഉന്നയിച്ചത്. പക്ഷേ ആ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ശേഷവും പ്രതി പല പൊതുപരിപാടികളിലും നേരിട്ട് പങ്കെടുക്കുന്നതായിട്ടും മറ്റ് സ്ഥലങ്ങളിൽ പോയി യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതലയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതായും ഉള്ള റിപ്പോർട്ട് നമ്മൾ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ അതിലുകൊണ്ട് മെഡിക്കലി ഫിറ്റാണ് എന്നുള്ള ഒരു വാദമാണ് ഉന്നയിച്ചത്. അതിനുവേണ്ടി ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കണം എന്ന വാദം ഞങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. അതനുസരിച്ചാണ് കോടതി വീണ്ടും ഈ പ്രതിയെ ഒരിക്കൽ കൂടി മെഡിക്കൽ പരിശോധന നടത്തുന്നതിന് വേണ്ടി തയ്യാറായത്. ഈ അറസ്റ്റ് ടൈമിങ്ങിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ച് പുറത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നു. പൊതുമണ്ഡലത്തിൽ വളരെ സജീവമായ ഒരാളെ ഈ പുലർച്ചെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യേണ്ട ഒരു കേസാണോ എന്നുള്ളൊരു വാദം ഉന്നയിക്കുന്നു. അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ ഈ പ്രതിയെ ഒരു പബ്ലിക് സ്പോട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് എന്നാണ് വിശദീകരണം തന്നത്. അതിനകത്ത് പ്രതിപക്ഷ നേതാവ് ആ സമയത്ത് അക്രമം നടക്കുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇല്ലായിരുന്നു. അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റോള് പറയുകയാണെങ്കിൽ അദ്ദേഹം ആ അക്രമം നടത്തുന്ന എല്ലാ സമയത്തും ആ സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നുവെന്നും അതിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കഴുത്തിനും അവരുടെ ഷീൽഡിലും ഒക്കെ പിടിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളടങ്ങിയ ഫോട്ടോകളും വീഡിയോകളും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ തെളിവായി ജാമ്യാപേക്ഷ എതിർക്കുന്നതിന് വേണ്ടി ഹാജരാക്കിയിരുന്നു. അതിനെപ്പറ്റി അറിയില്ല. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് ഈ ആക്രമണങ്ങൾക്ക് ആരെയും പിന്തിരിപ്പിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഞങ്ങൾ നേതൃത്വം എന്ന നിലയിൽ പിന്തിരിപ്പിക്കാനുള്ള ബാധ്യതയും കൂടി അത് സമരം നടത്തുന്ന ആൾക്കാർക്കുണ്ട്. അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ വാദം. 41 നോട്ടീസിൻ്റെ വാദം ഉന്നയിച്ചു. അതിനകത്ത് 2 പോയിൻ്റാണുള്ളത്. 7 വർഷം വരെയുള്ള ശിക്ഷ പറഞ്ഞിരിക്കുന്ന കേസിലാണ് 41A 41A നോട്ടീസ് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ 333 എന്ന വകുപ്പാണ് അഡീഷണലായിട്ട് ചേർത്തിരിക്കുന്നത്. അക്രമത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൈ ഒടിഞ്ഞതുകൊണ്ട് അത് ഗ്രീവിയസ് ഹർട്ട് ഒഫൻസിൽ 10 വർഷം വരുന്ന തടവുള്ള ശിക്ഷയ്ക്ക് 41A നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. 7 വർഷം വരെയുള്ള കുറ്റമുള്ള ശിക്ഷകൾക്കാണ് 41A നോട്ടീസ് കൊടുക്കേണ്ടത്. ഇവിടെ 10 വർഷമുള്ള ശിക്ഷ ഉള്ള വകുപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് കൊണ്ട് 333 വകുപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇത് ബാധകമല്ല. ഈ 1, 2, 3 പ്രതികളെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് കോടതി അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒന്നും അറിയിച്ചിട്ടില്ല. ഇത് ഈ പ്രതിയുടെ ജാമ്യാപേക്ഷയെ പറ്റി മാത്രമാണ് ഇപ്പോൾ വാദം കേട്ടിട്ടുള്ളത്.